നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് 50% ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ചാൻസ് അവർക്കാണ് എന്നിരിക്കട്ടെ. കാര്യം തുടർഭരണത്തിൻ്റെ ആ ഒരു രണ്ടാം LDF സർക്കാരിനോടുള്ള കണ്ട് മടുത്ത മന്ത്രിമാരുടെ മുഖം, പാർട്ടി രാഷ്ട്രീയ നേതാക്കളുടെ മുഖം ഒക്കെ കാരണം കൊണ്ട് UDF-ന് ഒരു ചാൻസ് കിട്ടും എന്ന്, അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ശേഷം ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിന് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് കരുതാം. എന്നാൽ കോൺഗ്രസ് UDF-ൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരിക്കൽ കൂടി ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ചില നേതാക്കൾ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില നേതാക്കൾ ഇനി രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുമോ എന്ന ഒരു സംശയം ഉണ്ടാകുന്നു. ചില നേതാക്കൾ ലോകസഭയിൽ MP ആയിരുന്നിട്ടും വീണ്ടും നിയമസഭയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ പിന്നെ മന്ത്രി പദവിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുണ്ട്. അപ്പം നമുക്കിവിടെ ഇനി ഒരിക്കലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോലും ചാൻസ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു 2-3 നേതാക്കളുടെ കാര്യമാണ് നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്ന MP, ലോകസഭ MP, അദ്ദേഹം ഇപ്പോഴും MP ആണ്. നാം കേൾക്കുന്ന കാലം മുതൽ ഒരു പിന്നോക്ക സമുദായക്കാരൻ എന്ന രീതിയിൽ കോൺഗ്രസ് എന്ന പാർട്ടിയിലൂടെ നേടാവുന്ന നേട്ടങ്ങൾ ഒക്കെ നേടിയ ആളാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ്. ഇപ്പോൾ KPCC പുനഃസംഘടന വന്നപ്പോഴും താനൊരു പിന്നോക്ക സമുദായക്കാരനാണ്, എന്നിട്ട് തനിക്ക് പുനഃസംഘടനയിൽ പ്രാധാന്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പിന്നോക്ക സമുദായത്തിന്റെ ആളായി മുൻ മന്ത്രി, ടൂറിസം മന്ത്രിയായിരുന്ന AP അനിൽകുമാർ, KC വേണുഗോപാലിന്റെ, അതായത് വണ്ടൂർ MLA ആണ് അദ്ദേഹം KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ആണ്. ആയതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. അവിടെയും കൊടിക്കുന്നിൽ സുരേഷ് കരഞ്ഞും വിളിച്ചും നടക്കുന്നുണ്ട്, താനൊരു പിന്നോക്കക്കാരനായിട്ട് തന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന്. എങ്കിലും ഏതാണ്ട് എത്രയെങ്കിലും വർഷമായി അടൂരും മാവേലിക്കരയും മാറി മാറി നിന്ന് വിജയിച്ച് ചരിത്രമുള്ള ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് ഒന്ന് മാറി വന്നാലോ എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കില്ല എന്ന് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും. ഏതായാലും ഈ MP സ്ഥാനത്തിന് ശേഷം കൊടിക്കുന്നിൽ സുരേഷ് ഈ 5 വർഷത്തെ ഈ ലോക്സഭ കാലയളവ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അദ്ദേഹം അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മിക്കവാറും സൈഡ് ലൈൻ ചെയ്യപ്പെടും. പിന്നെ നമുക്ക് മറ്റൊരു നേതാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബെന്നി ബെഹനാൻ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ചാലക്കുടിയിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ നിർത്താനുള്ള സാധ്യത വിരളമാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം പഴയ ഉമ്മൻചാണ്ടി പക്ഷക്കാരനാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി പക്ഷത്തിന്റെ, അതായത് A പക്ഷത്തിന്റെ നേതാവായി ഉയർന്നു വരുമ്പോൾ ബെന്നി ബെഹനാൻ അതിനോടൊപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന് തൃശ്ശൂർ ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കാൻ ഉള്ള ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ബെന്നി ബെഹനാനെ അത്ര കണ്ട് A വിഭാഗത്തിലും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിനകത്ത് മറ്റ് തലമുതിർന്ന നേതാക്കൾക്ക് വലിയ താല്പര്യമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു വേള ഇദ്ദേഹത്തിന് UDF കൺവീനർ വരെയായിരുന്നു. അദ്ദേഹവും കൺവീനർ ആയിരുന്ന സമയത്താണ് ജോസ് കെ മാണിയെ നിരുപാധികം UDF-ൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അപ്പോൾ ഇനി മറ്റൊരു നേതാവായി നമുക്ക് പറയാനുള്ളത് MM ഹസൻ. AK ആന്റണിയുടെ കൂടെ നടക്കുകയും AK ആന്റണിയുടെ പക്ഷം പിടിക്കുകയും A വിഭാഗത്തിന്റെ പഴയ മാനേജർ എന്ന് കളിയാക്കി പറയുന്ന MM ഹസന് ഈ 70 വയസ്സിന്റെ ഏതാണ്ട് 80ഓട് അടുത്ത് വരുന്ന പ്രായത്തിലും എന്തെങ്കിലും സ്ഥാനമാനമില്ലാതെ ഇരിക്കാൻ നിവർത്തിയില്ല എന്ന ഒരു നേതാവാണ്. തിരുവനന്തപുരത്ത് കേരള കൗമുദി പോലുള്ള പത്രം അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരനെ വളർന്നു വലുതാകുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് MM ഹസന് വീണ്ടും കായംകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഒരു സീറ്റ് കിട്ടിയാൽ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതൊക്കെ തന്നെ UDF ഭരണത്തിൽ വരുമെന്നും അപ്പോൾ അധികാരത്തിൽ ഒരു മന്ത്രിയായി തിരുവനന്തപുരത്ത് പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാകാമെന്നാണ് MM ഹസൻ കരുതുന്നത്. MM ഹസൻ നിരവധി തവണ KPCCയുടെ കെയർടേക്കർ പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട്. അതും AK ആന്റണിയുടെ പിൻബലത്തിലാണ്. ഇപ്പോഴും പുനഃസംഘടന വന്നപ്പോഴും AK ആന്റണിയെ പിടിച്ചുകൊണ്ട് ഏതാണ്ട് ചില സ്ഥാനമാനങ്ങൾ KPCC നിർവാഹക സമിതിയിലും ഹസൻ നേടിയെടുത്തിട്ടുണ്ട്. ഹസനെ എന്തായാലും ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടങ്ങുന്ന യുവ നേതൃത്വം, VD സതീശൻ അടങ്ങുന്ന മുതിർന്നവരുടെ നേതൃത്വം ഒക്കെ ഒരിക്കലും ഇനി സീറ്റ് കൊടുക്കാനുള്ള സാധ്യത തീരെ വിരളമാണ്. അപ്പോൾ ഹസന്റെ കാര്യത്തിൽ ഹസനും തീർച്ചയായിട്ടും ഇനി രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് സജീവമാകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇനി മറ്റൊരു നേതാവിന്റെ കാര്യം പറയുകയാണെങ്കിൽ TN പ്രതാപൻ.
ടി.എൻ. പ്രതാപനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പ്രതാപൻ അരയ വിഭാഗത്തിന്റെ കോൺഗ്രസിലെ എന്താ പറയുക തൃശ്ശൂരത്തെ ഒരു അറിയപ്പെടുന്ന ഒരു പിന്നെ നേതാവ് തന്നെയായിരുന്നു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ സമുദായമാണെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെ സമ്മതനായി നിന്നൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപമതിപ്പ് ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരന്റെ തോൽവിക്ക് ഏറ്റവും വലിയ കാരണക്കാരൻ ഈ പറയുന്ന ടി.എൻ. പ്രതാപൻ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ടി.എൻ. പ്രതാപനെ സംബന്ധിച്ച് ടി.എൻ. പ്രതാപൻ ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് എന്ന് പറയും. സമ്മതിദായകരെ ആരെ കണ്ടാലും അദ്ദേഹം നിൽക്കുന്നിടത്തുനിന്ന് ഓടിച്ചെന്ന് അവരെ സമ്മതിദായകരെ കെട്ടിപ്പിടിക്കുകയും ആശ്ലേഷിക്കുകയും അവരോട് ഇനി പറയാനും കാണിക്കാനും ചേഷ്ടകളൊന്നും തന്നെ ഉണ്ടാകില്ല. ഈ നമ്പറുകളൊന്നും ഇപ്പോൾ പ്രതാപന് വില അത്ര അങ്ങ് ഏശാതെ വന്നിരിക്കുകയാണ്. അതായത് ഉദാഹരണത്തിന് മുരളീധരൻ ഈ പറയുന്ന രീതിയിൽ തൃശ്ശൂർ മത്സരിച്ച അവസരത്തിൽ മുരളീധരനെ വേണ്ട രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കാതെ അടിയിലൂടെ പാലം വലിക്കുകയും ചെയ്ത ടി.എൻ. പ്രതാപനെ സംബന്ധിച്ച് ടി.എൻ. പ്രതാപൻ ശരിക്കും മുരളീധരന്റെ തോൽവിക്ക് സുരേഷ് ഗോപിയുടെ ജയത്തിന് ഒരു കാരണമായി എന്നും പറയപ്പെടുന്നുണ്ട്. ടി.എൻ. പ്രതാപൻ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള ചേഷ്ടകൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കെ മുരളീധരന്റെ വാഹനത്തിലെ ജീപ്പിൽ നിന്ന് വോട്ട് ചോദിച്ചു പോകുന്ന വാഹനത്തിൽ നിന്ന് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ വിയർപ്പ് വരെ ഒപ്പിക്കൊടുക്കുന്ന രംഗം വരെ നാം കണ്ടായിരുന്നു. അതെല്ലാം തന്നെ വെറും പ്രകടനപരതയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ടി.എൻ. പ്രതാപനെ കോൺഗ്രസ് നേതൃത്വം ഇനി സീറ്റ് നൽകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എങ്കിലും തൃശ്ശൂർ ഒരു സീറ്റ് കിട്ടാനായി ബെന്നി ബെഹനാനൊപ്പം ടി.എൻ. പ്രതാപനും വളരെ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 4 നേതാക്കളെ പറഞ്ഞു എന്നുണ്ടെങ്കിലും നിരവധി നേതാക്കൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടേക്കാമെന്ന് നമുക്ക് കണ്ടെത്താനാകും. നമുക്ക് ഏതായാലും നോക്കാം ആരൊക്കെയായിരിക്കും ഇനി ഇത്തരത്തിൽ പഴയ പടക്കുതിരുകൾ, കടൽക്കിഴവന്മാർ, അല്ലെങ്കിൽ ഇനി ഇവരെ കൊണ്ട് രാഷ്ട്രീയത്തിന് ഒരു ഗുണവുമില്ലാത്തവർ അവരൊക്കെ കുത്തിത്തിരികപ്പെടുമോ സീറ്റ് നിർണയത്തിലേക്ക്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത സ്വാർത്ഥന്മാരായിട്ടുള്ള നിരവധി നേതാക്കളാണ് അവരുടെ ശാപമെന്ന് ഈ സമൂഹം, കേരള സമൂഹം എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.